ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്ത നല്ല പഫ് പോലെ പൊന്തി വരുന്ന പൂരിയും അതിന് പറ്റിയിട്ടുള്ള നല്ലൊരു ബാജി കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമ്മുടെ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ വേറെ പൗഡറൊന്നും ചേർക്കുന്നില്ല, അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ അളവൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന ആളുകളുടെ അളവനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിവിടെ 3 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നല്ല പച്ചവെള്ളം ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും കൂടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനവിടെ അത് നന്നായിട്ട് കുഴച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ കുഴച്ചെടുക്കണം. പിന്നെ നമ്മൾ ബാജിക്കറിക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടാറ്റോ ആണ്, അതൊക്കെ തൊലി കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞാനിതാ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലാണ് കേട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 പച്ചമുളകാണ്. എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, രണ്ടും കൂടി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഞാൻ ചെറിയ 4 വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 അല്ലി വെളുത്തുള്ളി. പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണിൽ കുറവായിട്ട് ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കൂടി പോവരുത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഒറ്റ വിസിലിൽ തന്നെ വേവിച്ചെടുക്കുകയാണ്. ഞാനിതിൽ ഒരു ഒനിയൻ്റെ ചെറിയ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് മാത്രം മതി, ഒരു 2-3 ടേബിൾ സ്പൂണോളം മതിയാകും. എന്നിട്ട് നമ്മളിത് ഒറ്റ വിസിലിൽ തന്നെ വേവിച്ചെടുക്കുകയാണ്. ഒരേ ഒരു വിസിൽ മതിയാകും. അപ്പോൾ അത് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. വലിയൊരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് 2-4 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളകാണ്, അതും പൊട്ടിച്ച് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയിലോട്ട് താളിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് അത് അവിടെ മൂടി വെക്കുക. അതിനുശേഷം നമ്മുടെ പൂരി അടിപൊളി മാവായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാനിതാ നമ്മുടെ പത്തിരി പ്രസ്സിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉരുട്ടിയെടുത്ത ബോൾ ഉണ്ടല്ലോ, അത് അതിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല പഫ് പോലെ നല്ല അടിപൊളിയായിട്ടുള്ള പൂരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പൊടിയൊന്നും ഇട്ടിട്ട് പരത്തിയെടുക്കണം എന്നില്ല, ഇതുപോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. എപ്പോഴും നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂട് വേണം, എന്നെങ്കിൽ മാത്രമേ ഒറ്റ പൊള്ളയിൽ നമ്മുടെ പൂരി പൊന്തി വരുള്ളൂ. അല്ലെങ്കിൽ ഒരു ഹാർഡായിട്ടിരിക്കും നമ്മുടെ പൂരി, കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഓയിൽ എപ്പോഴും നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടുണ്ടാവണം. അധികം ഓവറായിട്ട് ചൂടും പാടില്ല, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിലുള്ള ചൂട് നമുക്ക് എന്തായാലും വേണം. അപ്പോൾ നമ്മുടെ പൂരി ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ അടിഭാഗം നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും സിമ്പിളാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള പഫ് പോലത്തെ പൂരി ഉണ്ടാക്കാൻ. പിന്നെ അരിപ്പൊടിയൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കതൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളി പൂരി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ഇതുപോലെ പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ എല്ലാ പൂരിയും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഉള്ളിൽ ഒറ്റ പൊള്ളയായ കാരണം അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ എല്ലാവരും ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇനി ഞാനും ചായ കുടിച്ചിട്ട് എൻ്റെ വർക്കിലേക്ക് പോവാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൂരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കറിയും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.